വെൽക്കം എവരി വൺ ടു യാങ്കി ഉസ്ബെക്കിസ്ഥാൻ പാർക്ക്. അതായത് ഉസ്ബെക്കിസ്ഥാൻ്റെ ഒരു പ്രൈഡ് ആൻഡ് ഫ്യൂച്ചർ, അതുപോലെ ഒരു മോഡേൺ സിമ്പിളായിട്ടുള്ള ഈ പാർക്ക് ഒരു 5 കൊമ്പുകളുള്ള ഒരു വൃക്ഷത്തിൻ്റെ പോലെയാണ് കേട്ടോ. ഇതൊരു അടിപൊളി റിക്രിയേഷൻ സെൻറ്റർ തന്നെ കേട്ടോ. വിസിറ്റേഴ്സ് വന്നാൽ നമുക്ക് സൈക്ലിംഗ് ചെയ്യാം, ബോട്ടിംഗ് ഉണ്ട്, കൾച്ചറൽ ഷോസൊക്കെ ഇവിടെ കുറേ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതുപോലെ നമുക്കൊന്ന് പീസ്ഫുള്ളായിട്ട് നടക്കണം എന്നുണ്ടെങ്കിലും അടിപൊളിയായിട്ട് നമുക്ക് വാക്കിംഗ് ഏരിയ ഉണ്ട്. അതുപോലെ ഇലക്ട്രിക് ബസ്സുകൾ, മിനി ബസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് ഫുള്ളൊന്ന് ചുറ്റി കാണാൻ വേണ്ടിയിട്ട്. കാരണം ഇത് ഒരു 104 ഹെക്ടർ സ്ഥലത്താണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ എടുത്തുട്ടോ ഒരു പെഡൽ കാർ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് തോന്നി അത് ചുറ്റി കറങ്ങി നടക്കാൻ ഈ പെഡൽ കാർ യൂസ് ചെയ്യുന്നതാണ് ഒന്നുകൂടി നല്ലതെന്ന്. അതായത് കുറേ പേർക്ക് ഇരിക്കാനുള്ളതുണ്ട്, കുറച്ച് പേർക്ക് ഇരിക്കാൻ ചെറിയ സൈസ് ഉള്ളതും ഉണ്ട് കേട്ടോ. വലിയ പെഡൽ കാറിന് 50,000ഉം ചെറുതിന് 40,000ഉമാണ്. ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മിർസോ ഉലുക്ബക് ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ, ടാഷ്കൻഡിലെ. അതായത് ഓഗസ്റ്റ് 31, 2021 ഇത് ഇനാഗ്രേറ്റ് ചെയ്യുന്നത്. അതായത് ഉസ്ബെക്കിസ്ഥാൻ്റെ ഇൻഡിപെൻഡൻസിൻ്റെ 30th ആനിവേഴ്സറിക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പാർക്കിൻ്റെ ഹൃദയസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഇൻഡിപെൻഡൻസ് മോണ്യുമെൻ്റ് ഉണ്ട് കേട്ടോ. അത് ഉസ്ബെക്കിസ്ഥാനിലെ പണ്ടുകാലത്തെ രാജാക്കന്മാരുടെ പല സ്കൾപ്ചേഴ്സും അവിടെയുണ്ട്. ഈ മോണ്യുമെൻറ്റിൽ എഴുതി വെച്ചിട്ടുള്ളതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ ഇതാണ്: Eternal memory to all our ancestors who left a good mark in the history of the people. അമീർ തിമൂർ രാജാവിൻ്റെയും അതുപോലെ മിർസോ ഉലുക്ബക് എന്ന മാത്തമാറ്റീഷ്യനും ലീഡറായിട്ടുള്ള അദ്ദേഹത്തിൻ്റെയും നാമത്തിലും അതുപോലെ ഹൊറൈസ്മി എന്ന മാത്തമാറ്റീഷ്യൻ്റെ പേരുകളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ മോണ്യുമെൻറ്റിൻ്റെ ഏറ്റവും ഫ്രണ്ടിലുള്ള സ്കൾപ്ചേഴ്സാണ് കേട്ടോ ഇത്. ഉസ്ബെക്കിസ്ഥാനിലെ ചരിത്രവും അതിലെ പല ഇൻസ്റ്റൻസുകളുമാണ് കേട്ടോ ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഇവ വളരെ മനോഹരമായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഹ്യൂമോ പക്ഷി ചിറക്കി വിടർത്തി നിൽക്കുന്നതാണ്. സമാധാനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഒരു സിമ്പലായിട്ടാണ് ഈ ഒരു പക്ഷിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ഈ ക്വാഡ്രി സൈക്കിളിൽ പോകുമ്പോൾ കാണുന്ന വ്യൂസാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഈ പല ഭാഗങ്ങളായിട്ട് ഫ്രീ പാർക്കുകളുണ്ട്, പെയ്ഡ് പാർക്കുകളുണ്ട്, അതുപോലെ ഫിറ്റ്നസ് ഏരിയകളുണ്ട്. ഫിറ്റ്നസ് മൈതാനി എന്ന് പറയാം. അതുപോലെ പിക്നിക് മൈതാനി ഉണ്ട്. ഉസ്ബെക്കിസ്ഥാനിൽ നമുക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചിൽ ഔട്ട് ചെയ്യാൻ പറ്റിയ ഒരു നല്ല പ്ലേസാണ് കേട്ടോ ഇത്. ഇതാണ് ഇവിടുത്തെ പിക്നിക് മൈതാനി. ഇവിടെ നമുക്ക് ഫുഡ് ഗ്രില്ല് ചെയ്യാനും അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാനും ഒക്കെ സൗകര്യമുണ്ട്. നമുക്ക് റൂഫ് കവർ ചെയ്തിട്ടും റൂഫ് കവർ ചെയ്യാണ്ട് എല്ലാം കുഞ്ഞു കുഞ്ഞു ഏരിയകളുണ്ട്. നമുക്ക് അവിടെ ഭക്ഷണം കഴിക്കാം, നല്ല കുഞ്ഞു കുഞ്ഞു സെലിബ്രേഷൻസ് നടത്താം. ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ നമുക്കിവിടെ വരാം. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ.
ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.